തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് പക്ഷികൾ പറന്നുപോയി എന്നുള്ള ഒരു വാർത്ത വരുന്നു. ബ്ലൂ വിങ്ഡ് മക്കാവോയും കാട്ടുകോഴിയുമാണ് പറന്നുപോയത്. പക്ഷികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മൃഗശാല ഡയറക്ടർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. 4 ലക്ഷം രൂപ വില വരുന്ന മക്കാവോയാണ് പറന്നുപോയത്. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് അരുൺ സോളമൻ. കിളി പോയി, കിളി പറന്നുപോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ പോയ കിളി അത്ര ചെറിയ കിളിയല്ല. മക്കാവോയ്ക്ക് 4 ലക്ഷം രൂപയാണ് വില. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? സുജയ, ഗുഡ് ഈവനിങ്. ഇന്നലെ ആണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് 4 ലക്ഷം രൂപ വില വരുന്ന ബ്ലൂ വിങ്ഡ് മക്കാവോ പറന്നുപോയത്. ഇതിന് മുൻപ് 2 ആഴ്ചയ്ക്ക് മുൻപാണ് ഷെഡ്യൂൾഡ് ഇനത്തിൽപ്പെട്ട 2 കാട്ടുകോഴികൾ തിരുവനന്തപുരം മൃഗശാലയുടെ ആശുപത്രിയിലുണ്ടായിരുന്നു. ഇതിലൊരെണ്ണം പറന്നുപോയിരുന്നു. ഇത് 2 വിവരങ്ങളും ഈ മൃഗശാല അധികൃതർ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. കീപ്പർമാരുടെ അനാസ്ഥ മൂലമാണ് ഈ 2 പക്ഷികളും നിലവിൽ പറന്നുപോയതെന്നുള്ളതാണ് തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. നിലവിൽ ഈ 2 പക്ഷികൾ പറന്നുപോയെങ്കിലും ഇതിനെ ലൊക്കേറ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ ഈ മക്കാവോ ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തി എന്നുള്ളതാണ് മൃഗശാല ഡയറക്ടർ കൂടിയായിട്ടുള്ള മഞ്ജുള ദേവി നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഈ 2 പക്ഷികളെയും നിലവിൽ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇതിൽ കാട്ടുകോഴിയെ സംബന്ധിച്ചിട്ട് ഇതുവരെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2 ആഴ്ചകൾക്ക് ഇപ്പുറം ആണ് ഈ വിവരം നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വളരെ ഷെഡ്യൂൾഡ് ഇനത്തിൽപ്പെട്ടതെന്നാവുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 2 കാട്ടുകോഴികളാണ് നിലവിൽ ഈ മൃഗശാലയിൽ ഉണ്ടായിരുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന 2 കോഴികളായിരുന്നു. അതിൽ ഒരെണ്ണമാണ് ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥ കീപ്പർമാരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പറന്നു പോയിരിക്കുന്നത്. ഇന്നലെയാണ് ഈ മക്കാവോ ബ്ലൂ വിങ്ഡ് ഇനത്തിൽപ്പെട്ട മക്കാവോ പറന്നുപോയത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെ ഹനുമാൻ കുരങ്ങുകൾ ഈ ഭാഗത്തുനിന്ന് പുറത്തു ചാടിയിരുന്നു. അതൊക്കെ ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഒടുവിൽ സുരക്ഷയില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ബോധ്യമാവുകയാണ്. ബ്ലൂ വിങ്ഡ് മക്കാവോയും കാട്ടുകോഴിയും ഒക്കെ പറന്നുപോയത് ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമവും അവിടെ നടന്നു എന്ന് വേണം കരുതാൻ. ആ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുകയായിരുന്നു. കൂടുതൽ അന്വേഷണങ്ങൾ എങ്ങനെയെന്ന് നിരീക്ഷിക്കും അരുൺ സോളമൻ. വീണ്ടും എത്താം നമുക്ക് അരുണിലേക്ക്. വാക്സിൻ